ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഓഗസ്റ്റ് 8-ന് MLA റസാഖ് മാഷ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സാന്നിധ്യമായ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് MA റസാഖ് മാസ്റ്റർ MLA നിർവഹിക്കും. വർഷങ്ങളായി നിശബ്ദ പ്രവർത്തനങ്ങളിലൂടെ ട്രൂ കെയർ ജീവകാരുണ്യ രംഗത്ത് സജീവമാണ്. നാടിന്റെ കായിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെയും വ്യാപാരികളെയും പൊതുജനങ്ങളെയും പങ്കാളികളാക്കി പൂവാട്ടുപറമ്പിലുള്ള പെരുവയൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പ്രദേശത്തെ നിർധനരായ ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക, ജീവകാരുണ്യ സാമൂഹിക മേഖലകളിൽ സജീവമായി ഇടപഴകുക, സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും ചേർത്തു പിടിക്കുക തുടങ്ങിയവയാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. മറ്റു ട്രസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവന്ന ഒരു ട്രസ്റ്റാണ്. ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു താങ്ങായും അതുപോലെ നിർധരർക്കും മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഒരുപാട് ദുസ്സഹ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് താങ്ങും തണലുമാവുക എന്നതാണ് ട്രൂ കെയറിന്റെ ലക്ഷ്യം. അത് നമ്മൾ ഈ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് മറ്റൊരു മേഖലയിൽ കൂടെ പോകുന്നു. ഒന്ന് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ. ഇപ്പൊ ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് എൻ്റെ മക്കൾ മരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ ഏക ജീവിയാണ് ഭിന്നശേഷിക്കാർ. മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാർ രക്ഷിതാക്കൾ. അവർക്ക് ഒരു അമ്മൻ്റെ അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ അവർക്ക് യാതൊരു രക്ഷയില്ല. അവർക്ക് അപ്സെറ്റായിരിക്കണം. കേരളത്തിൽ മൊത്തത്തിലുള്ള രക്ഷിതാക്കൾ അവർക്ക് വേണ്ടിയുള്ള സ്ഥിരമായിട്ടുള്ള സംവിധാനം. ഇങ്ങനെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു പോണേ അല്ലെങ്കിൽ അച്ഛനും അമ്മ നഷ്ടപ്പെട്ടു പോണേ മാനസിക വെല്ലുവിളി നേരിടുന്ന രക്ഷിതാക്കളെ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകം ഒരു സംവിധാനം ഉണ്ടാക്കുക. അവിടെ കൂട്ടിപ്പിടിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു എന്താ പറയുക പുനരധിവാസ കേന്ദ്രം അവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിപ്പിക്കുക, അതിന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുക, അതിന് വേണ്ട കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൊടുക്കുക. ആമിനാജി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. ഒരു 5-8 കുട്ടികളെ ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ കാലങ്ങളായിട്ട്. ഇവരുടെ കെയറോപ്പിലാണ് അത് വളർന്നുകൊണ്ടേ നിൽക്കുന്നത്. അവരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും, എവിടെയെങ്കിലും ബീച്ചിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോകും. അവർക്ക് ഭക്ഷണമല്ല ആവശ്യം, വസ്ത്രമല്ല ആവശ്യം, ഒന്ന് പുറത്തിറങ്ങണം, ഒന്ന് 4 ആളുകളുടെ ഇടയിലൊക്കെ ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്ത്. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടാണ് ജനുവരി 8-ാം തീയതി കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ റസാഖ് മാഷാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം ഇവർക്കെല്ലാം നമ്മളൊരു ഫുഡും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാവൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു, ഭാരവാഹികളായ സുബൈർ നെല്ലൂളി, കരീം എളമരം, റഹീം പെരുമണ്ണ, സിറാജ് പന്തീരങ്കാവ്, മുഹമ്മദ് ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.